രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി നടത്തിയ ബി.ജെ.പി നേതാവ് പ്രിന്റുവിന് നാക്കുപിഴ പറ്റിയതാണെന്ന് ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. ഇതിന്റെ പേരിൽ റെയ്ഡ് ചെയ്യാൻ വന്നാൽ ഒരു കോൺഗ്രസുകാരനെയും വീട്ടിൽ കിടത്തി ഉറക്കില്ലെന്ന് ഭീഷണി. സംസ്ഥാനത്ത് ഇന്ന് 7 മണിക്ക് ബെവ്കോ ഔട്ട്ലെറ്റുകൾക്ക് പൂട്ടുവീണു. നാളെയും മറ്റന്നാളും ബാറുകളടക്കം സംസ്ഥാനത്തെ എല്ലാ മദ്യവിൽപ്പനശാലകളും അടഞ്ഞുകിടക്കും. നവരാത്രി ആഘോഷ നിറവിൽ ക്ഷേത്രങ്ങൾ. കൊടകര പൂനിലാർക്കാവ് ദേവി ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയ പഴക്കൊല വിധാനം വർണ്ണാഭമായി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി നടത്തിയ ബി.ജെ.പി നേതാവ് പ്രിന്റുവിന് നാക്കുപിഴ പറ്റിയതാണെന്ന് ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. നാക്കുപിഴവിന്റെ പേരിൽ ബി.ജെ.പി പ്രവർത്തകരെയും നേതാക്കളെയും കേസിൽ കുടുക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിന്റെ പേരിൽ റെയ്ഡ് ചെയ്യാൻ വന്നാൽ ഒരു കോൺഗ്രസുകാരനെയും വീട്ടിൽ കിടത്തി ഉറക്കില്ലെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ചാനൽ ചർച്ചയിലൊരു നാക്കുപിഴവ് സ്വാഭാവികമാണ്. നാക്കുപിഴവ് ഉണ്ടാവാത്ത ഒരാളും കേരള രാഷ്ട്രീയത്തിലില്ല. നാക്കുപിഴവിന്റെ പേരിൽ കേസെടുക്കണമെങ്കിൽ പിണറായി വിജയനെതിരെ ആദ്യം കേസെടുക്കണം, പ്രതിപക്ഷ നേതാവിന്റെ പേരിൽ ആദ്യം കേസെടുക്കണം, CPM കോൺഗ്രസ് നേതാക്കന്മാർക്കൊക്കെ കേസെടുക്കണം, രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കണം. അതിന് പേര് പറഞ്ഞ് BJP ഓഫീസിൽ റെയ്ഡ് ചെയ്യാൻ വന്നാൽ, അല്ലെങ്കിൽ BJPക്ക് പ്രവർത്തകരുടെ വീട്ടിൽ റെയ്ഡ് ചെയ്യാൻ വന്നാൽ ഞങ്ങൾ അടങ്ങിയിരിക്കും, വെറുതെ ഇരിക്കുന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഒരൊറ്റ കോൺഗ്രസുകാരനെ കിടത്തി ഉറപ്പിക്കില്ല. സംസ്ഥാനത്ത് ഇന്ന് 7 മണിക്ക് ബെവ്കോ ഔട്ട്ലെറ്റുകൾക്ക് പൂട്ടുവീണു. നാളെ 1-ാം തീയതി ഡ്രൈ ഡേയും മറ്റന്നാൾ ഗാന്ധി ജയന്തി ആയതിനാലുള്ള ഡ്രൈ ഡേയും ആയതിനാലാണ് മദ്യശാലകൾ തുറക്കാത്തത്. നാളെയും മറ്റന്നാളും ബാറുകളടക്കം സംസ്ഥാനത്തെ എല്ലാ മദ്യവിൽപ്പനശാലകളും അടഞ്ഞുകിടക്കും. സംസ്ഥാനത്ത് ഇന്ന് 7 മണിക്ക് ബെവ്കോ ഔട്ട്ലെറ്റുകൾക്ക് പൂട്ടുവീണു. പിന്നീട് 2 ദിവസം സമ്പൂർണ്ണ ഡ്രൈ ഡേ ആയിരിക്കും. സ്റ്റോക്ക് എടുപ്പ് പ്രമാണിച്ചാണ് ഇന്ന് വൈകിട്ട് 7 മണിയോടെ സംസ്ഥാനത്തെ ബെവ്കോ മദ്യവിൽപ്പനശാലകൾ അടച്ചത്. നാളെ 1-ാം തീയതി ഡ്രൈ ഡേയും മറ്റന്നാൾ ഗാന്ധി ജയന്തി ആയതിനാലുള്ള ഡ്രൈ ഡേയും ആയതിനാലാണ് മദ്യശാലകൾ തുറക്കാത്തത്. ഇന്ന് 11 മണി വരെ ബാറുകൾ പ്രവർത്തിച്ചെങ്കിലും നാളെയും മറ്റന്നാളും ബാറുകളടക്കം സംസ്ഥാനത്തെ എല്ലാ മദ്യവിൽപ്പനശാലകളും അടഞ്ഞുകിടക്കും. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി 108 ദുർഗാലയങ്ങളിലൊന്നായ കൊടകര പൂനിലാർക്കാവ് ദേവി ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയ പഴക്കൊല വിധാനം വർണ്ണാഭമായി. പഴക്കൊലകൾ മാത്രമല്ല, ചെന്തെങ്ങിൻ കൊലയും കുലവാഴയും കുരുത്തോലയും പൂമാലയും ഒക്കെയായി നടപ്പുരയെ മനോഹരമാക്കിയാണ് അലങ്കരിച്ചിരിക്കുന്നത്. കണ്ണനും കദളിയും കർപ്പൂരവള്ളിയും പൂവനും ചാരപ്പൂവനും നേന്ത്രനും ഒക്കെയായി 100 കണക്കിന് പഴക്കൊലകൾ കൊണ്ടാണ് ക്ഷേത്രാങ്കണം അലങ്കരിച്ചിട്ടുള്ളത്. നവരാത്രി കാലം തുടങ്ങിയാൽ പൂനിലാർക്കാവ് ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്തരുടെ പറമ്പുകളിൽ നിന്നും വെട്ടിക്കൊണ്ടുവരുന്ന കായക്കുലകൾ ക്ഷേത്രത്തിന്റെ കലവറയിൽ വെച്ച് പഴുപ്പിക്കും. തുടർന്ന് പൂജവെപ്പ് ദിവസം ക്ഷേത്ര നടപ്പുരയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഇരുമ്പിന്റെ ചട്ടക്കൂട്ടിൽ കുലകൾ കെട്ടിത്തൂക്കുകയായിരുന്നു. ആദ്യ ദിവസം മുഴുവനായി പഴുത്തിട്ടില്ലെങ്കിലും ആദ്യ രാവ് പിന്നിടുമ്പോഴേക്കും പൂർണ്ണമായും സ്വർണ്ണവർണ്ണമാകും. പഴക്കുലകൾ മാത്രമല്ല, ചെന്തെങ്ങിൻ കുലയും കുലവാഴയും കുരുത്തോലയും പൂമാലയും ഒക്കെയായി നടപ്പുരയെ മനോഹരമാക്കിയാണ് അലങ്കരിച്ചിരിക്കുന്നത്. നടപ്പുരയെ മനോഹരമാക്കിയ പഴക്കുലകളെ പാറാടയും മറ്റു പക്ഷികളും കൊത്താതിരിക്കാനൊക്കെയായി ഇനി വിജയദശമി വരെയുള്ള പകലിരവുകൾ ഈ പഴക്കുലകൾക്ക് കാവലായി ചെറുപ്പക്കാരും മധ്യവയസ്കരും വൃദ്ധരും ഒക്കെ അടങ്ങുന്ന ഭക്തരുടെ കൂട്ടായ്മയുണ്ട്. ഇക്കുറി നവരാത്രിയിലെ 3 രാത്രിയിലാണ് കാവൽ. അഷ്ടമിയും നവമിയും പിന്നിട്ട് വിജയദശമി നാളിൽ രാവിലെ സരസ്വതി സന്നിധിയിൽ കുരുന്നുകളെ ഹരിശ്രീ കുറിക്കലും പൂജിച്ച പുസ്തകങ്ങൾ സ്വീകരിക്കലും കഴിഞ്ഞാലാണ് ഈ പഴക്കുലകൾ ഉടമസ്ഥർക്ക് വെട്ടിക്കൊടുക്കുക. അറിവിന്റെയും ഐശ്വര്യത്തിന്റെയും ഉത്സവമായ നവരാത്രി കാലത്ത് ഇത്രയും അധികം പഴക്കുലകളാൽ അലങ്കാരം നടത്തുന്ന കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊടകര പൂനിലാർക്കാവ്. മീഡിയ ടൈം, കൊടകര. വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. പറവൂർ അത്താണിയിൽ വീടിന് നേരെ ആക്രമണം. അത്താണി സ്വദേശി ജീൻസിന്റെ വീട്ടിലേക്കാണ് ബൈക്കിലെത്തിയ സംഘം ഗുണ്ടെറിഞ്ഞത്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്തായിരുന്നു സംഘം ആക്രമണം നടത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. NREG വർക്കേഴ്സ് ഫെഡറേഷൻ AITUC തൃശൂർ ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് മാള ടൗണിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ ഉല്ലാസ് കണ്ണോളി,
വൈസ് ക്യാപ്റ്റൻ സാറാ ബി ഉമ്മർ, ഡയറക്ടർ പി.കെ. കൃഷ്ണൻ എന്നിവർ നേതൃത്വം കൊടുത്ത ജാഥയ്ക്ക് മാള ടൗണിൽ സ്വീകരണമൊരുക്കി. CPI സംസ്ഥാന കമ്മിറ്റി അംഗം KV വസന്തകുമാറിന്റെ നേതൃത്വത്തിൽ CPI മാള മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ, AITUC മാള മണ്ഡലം സെക്രട്ടറി KV സുജിത് ലാൽ, VM വത്സൻ തുടങ്ങിയ സംഘടനാ ഭാരവാഹികൾ സ്വീകരണത്തിന് നേതൃത്വം നൽകി. നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നത് ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ 64 പേരടങ്ങുന്ന ഇടതുപക്ഷത്തിന്റെ MP-മാർ അവർ മൻമോഹൻ സിംഗിന് പിന്തുണ പ്രഖ്യാപിച്ചു. മൻമോഹൻ സിംഗിന് പിന്തുണ പ്രഖ്യാപിച്ചില്ലെങ്കിൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാവുമായിരുന്നില്ല. അതുകൊണ്ട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷം ആവശ്യപ്പെട്ടു, ഒട്ടേറെ ഡിമാൻഡുകൾ വെച്ചു. നിങ്ങൾക്ക് പിന്തുണ തരാം, പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നടപ്പിലാക്കണം. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന കാറിന് തീപിടിച്ചു. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു സംഭവം. കുറ്റിക്കാട് സ്വദേശികളുടേതാണ് കാർ. കാർ സർവീസ് റോഡരികിൽ പാർക്ക് ചെയ്ത സാധനങ്ങൾ വാങ്ങാനായി പോയ സമയത്താണ് തീപിടുത്തമുണ്ടായത്. കാറിൽ നിന്നും പുക ഉയരുകയും പെട്ടെന്ന് തീ പടരുകയും ചെയ്തു. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. തീപിടുത്തത്തെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ലൈസൻസ്ഡ് എഞ്ചിനീയർ സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ മാള ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. ലെൻസ്ഫെഡിനെ സംബന്ധിച്ച് നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിലും സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ മാളയിലെയും അന്നമനടയിലെയും കൊരട്ടിയിലെയും ചാലക്കുടിയിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കെട്ടിട നിർമ്മാണ രംഗത്തെ സാങ്കേതിക വിദഗ്ധരുടെ 100 അംഗങ്ങളുള്ള ഏക സംഘടനയാണ് ലെൻസ്ഫെഡ്. ഇപ്പോൾ ജില്ലാതലത്തിലാണെങ്കിൽ 1000-ലധികവും സംസ്ഥാന തലത്തിലാണെങ്കിൽ 15,000-ലധികം ആളുകളുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏരിയ പ്രസിഡന്റ് ഡിക്സൺ F. സിമേദി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് OB ജയചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. CV ജിതിൻ, AS നിഷാദ്, സുരേഷ് കുമാർ, ത്യാഗരാജൻ, KB അമ്പിളി, EJ ഫ്രാൻസിസ്, KK ഹരി തുടങ്ങിയവർ സംസാരിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷികം ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ കുടുംബശ്രീ വാർഷിക ആഘോഷം നമ്മൾ ചെറിയ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് എത്തുകയും അതിൽ നിന്ന് യൗവനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബശ്രീ എന്തെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. സദസ്സിലിരിക്കുന്ന നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിച്ച കാലം, ജനകീയ ആസൂത്രണം പദ്ധതി നടപ്പിലാക്കിയ കാലം നമ്മളോടൊപ്പം നിന്ന് കുടുംബശ്രീ രൂപീകരിച്ചതാണ് നമ്മുടെ മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ രാധാ ഭാസ്കരൻ. നമ്മളോടൊപ്പം നിന്ന് ഏതൊരു കാര്യത്തിനും ചുക്കാൻ പിടിക്കാൻ നമ്മളോടൊപ്പം കൂടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മറ്റു പലരും നമ്മുടെ സദസ്സിലിരിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. അതിലെനിക്ക് അഭിമാനമാണ് തോന്നുന്നത്. സംഘം രൂപീകരിക്കുന്ന കാലം മുതൽ സംഘത്തിൻ്റെ ഏതൊരു പ്രവർത്തനത്തിനും മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സംഘത്തിൻ്റെ പ്രസിഡന്റായും സെക്രട്ടറിയായും ADSന്റെ ചെയർപേഴ്സൺ സെക്രട്ടറിയായും CDS മെമ്പറായി അതിനുശേഷമാണ് ഒരു വാർഡ് മെമ്പർ എന്ന ദൗത്യത്തിലേക്ക് എനിക്ക് കയറി പിടിക്കാനായിട്ട് സാധിച്ചത്. സമൂഹത്തിൻ്റെ പല മേഖലകളിലേക്ക് നമുക്ക് ഇറങ്ങിത്തിരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെയാണ്. CDS ചെയർപേഴ്സൺ സരോജ വിജയൻ അധ്യക്ഷത വഹിച്ചു. നബിസത്ത് ജലീൽ, ജയ ബിജു, സിനി ബെന്നി, ജിഷ പ്രതീഷ്, MS ഉഷർ, പ്രീജ സലിം, KV രഘു, സാബു എടാട്ടുകാരൻ, ഉഷ ബാലൻ, സിന്ധു അശോക് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ അമൃത TV സൂപ്പർ സ്റ്റാർ ഫൈനലിസ്റ്റ് ധ്രുവ S.നെ ആദരിച്ചു. കോണത്തുകുന്ന് ചിലങ്ക കലാ സാംസ്കാരിക വേദിയുടെ 11ാമത് ഗ്രാമോത്സവത്തിന് കൊടിമര ഘോഷയാത്രയോടെ തുടക്കമായി. സംഘാടക സമിതി രക്ഷാധികാരി സിദ്ദിഖ് ഹാജി, രാജേഷ് അപ്പാട്ട് എന്നിവർ പതാക ഉയർത്തി. തുടർന്ന് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടന്നു. വൈഗ കല്ലട സജീവ് ഉദ്ഘാടനം ചെയ്തു. TK കബീർ, അനീഷ് പട്ടേപ്പാടം, അനുശ്രീ അപ്പാട്ട്, ഷിഹാബ് അറക്കൽ എന്നിവർ സംസാരിച്ചു. ഗലിൽ ജിബ്രാൻ അധ്യക്ഷത വഹിച്ചു. SDPI വെള്ളാങ്കുളൂർ പഞ്ചായത്തിൽ വോട്ട് കൊള്ളക്കെതിരെ പദയാത്ര നടത്തി. നെടുങ്ങാണത്ത് കുന്നിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം AK മനാഫ് ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ മണ്ഡലം സെക്രട്ടറി മൻസൂർ പുളിക്കലിന് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ മജീദ് പതാക കൈമാറി. കടലായി, കരൂപ്പടന,
പേഴുംകാട് പുതിയ റോഡ് വഴി പദയാത്ര ഹൈസ്കൂൾ ജംഗ്ഷനിൽ സമാപിച്ചു. സമാപന യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി റിയാസ് ഏർവാടി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് നജാസ് മാരേക്കാട്, മനാഫ്, മൻസൂർ എന്നിവർ സംസാരിച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷമായി വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നില്ലെന്ന് ആരോപിച്ച് എടത്തുരുത്തി ചെന്ത്രാപ്പിന്നി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കുറ്റപത്ര വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ചാമക്കാല 3 കൂടിയ സെന്ററിൽ നിന്നും ആരംഭിച്ച ജാഥ മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രാപ്പിന്നി മണ്ഡലം പ്രസിഡന്റ് PD സജീവ് അധ്യക്ഷയായി. DCC ജനറൽ സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, CC ബാബുരാജ്, നൌഷാദ് ആറ്റുപറമ്പത്ത്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ, വൈസ് പ്രസിഡന്റ് ഉമറുൽ ഫാറൂഖ്, സെക്രട്ടറിമാരായ TA നസിമുദ്ദീൻ, KK അൻവർ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലൈല മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്തെ ജനങ്ങളുടെ വോട്ടവകാശ സംരക്ഷണത്തിനായി രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് ചോരി പ്രക്ഷോഭ പരിപാടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തി. DCC ജനറൽ സെക്രട്ടറി KF ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KV അബ്ദുൽ മജീദ് അധ്യക്ഷനായി. നേതാക്കളായ CJ പോൾസൺ, സുരേഷ് കൊച്ചിവീട്ടിൽ, അനസ് അബുബക്കർ, CJ ജോഷി, PT രാമചന്ദ്രൻ, ദാസൻ പനക്കൽ, ശോഭന രവി, മണി ഉല്ലാസ്, PM അലി, സന്തോഷ് വടക്കേടത്ത്, KK ഗഫൂർ എന്നിവർ സന്നിഹിതരായി. നവരാത്രിയോടനുബന്ധിച്ച് ശ്രീവേൽ മുരുക ഒരുക്കുന്ന 14ാമത് ഓണക്കളി മത്സരം സംഘടിപ്പിച്ചു. എൽത്തുരുത്ത് ശ്രീകുമാര സുബ്രഹ്മണ്യ ക്ഷേത്ര മൈതാനിയിൽ രാവിലെ സംഘാടക സമിതി രക്ഷാധികാരി സജീവൻ മുല്ലെഴുത്ത് പതാക ഉയർത്തിയതോടെ പരിപാടിക്ക് തുടക്കമായി. ഉച്ചയ്ക്ക് ബിജുകുമാർ ശാന്തി ഭദ്രദീപ പ്രകാശനം നടത്തി. തുടർന്ന് ഓണംകളി മത്സരം നടന്നു. വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം പ്രശസ്ത സിനിമാ മിമിക്രി താരം രാജേഷ് പറവൂർ ഉദ്ഘാടനം ചെയ്തു. KS വിനോദ് അധ്യക്ഷത വഹിച്ചു. ആഗജ തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ മുഖ്യാതിഥിയായിരുന്നു. ചാലക്കുടി സൗണ്ട് സർവീസ് അസോസിയേഷൻ 15ാം വാർഷിക സമ്മേളനം ദൃശ്യവിസ്മയം ഒക്ടോബർ 3, 4, 5 തീയതികളിൽ ചാലക്കുടി മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ലൈറ്റ് ആൻഡ് സൗണ്ട് എക്സ്പോ, സാംസ്കാരിക സമ്മേളനം, കുടുംബസംഗമം, കലാവിരുന്ന് എന്നിവയാണ് ചടങ്ങുകൾ. സാംസ്കാരിക സമ്മേളനം നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്യും. വൈസ് പ്രസിഡന്റ് വിജയൻ എക്കോ അധ്യക്ഷനാകും. ശനിയാഴ്ച വൈകിട്ട് 5-ന് നടക്കുന്ന കുടുംബസംഗമം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. കാഫുള്ളേരി അധ്യക്ഷത വഹിക്കും. വാർഷിക സമ്മേളനം ബെന്നി ബെഹനൻ MP ഉദ്ഘാടനം ചെയ്യും. സനിഷ് കുമാർ ജോസഫ് MLA മുഖ്യാതിഥിയാകും. പ്രസിഡന്റ് മനോജ് OS, സെക്രട്ടറി MK ബൈജു, ട്രഷറർ ജോൺ PT, കൺവീനർ അനൂപ് PK എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി നടത്തിയ BJP നേതാവ് പ്രിന്റുവിന് നാക്കുപിഴ പറ്റിയതാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. ഇതിന്റെ പേരിൽ റെയ്ഡ് ചെയ്യാൻ വന്നാൽ ഒരു കോൺഗ്രസുകാരനെയും വീട്ടിൽ കിടത്തി ഉറക്കില്ലെന്ന് ഭീഷണി. സംസ്ഥാനത്ത് ഇന്ന് 7 മണിക്ക് ബെവ്കോ ഔട്ട്ലെറ്റുകൾക്ക് പൂട്ടുവീണു. നാളെയും മറ്റന്നാളും ബാറുകളടക്കം സംസ്ഥാനത്തെ എല്ലാ മദ്യവിൽപ്പനശാലകളും അടഞ്ഞുകിടക്കും. നവരാത്രി ആഘോഷ നിറവിൽ ക്ഷേത്രങ്ങൾ. കൊടകര പൂനിലാർക്കാവ് ദേവി ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയ പഴക്കൊല വിധാനം വർണ്ണാഭമായി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.